മീഡിയ വൺ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന്റെ കൈവെട്ടുമെന്ന CPM മുദ്രാവാക്യത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, കേരളമാണ്. CPM-ഉം സംഘപരിവാറും ഒരേ തോണിയിലാണ്, വിമർശിക്കുന്നവർക്കെതിരെ ഭീഷണി മുഴക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന്റെ കൈവെട്ടിക്കളയും CPM-നോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? ഇവിടെ സംഘപരിവാറിൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാലുവെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ളം വിരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPM-കാരെ, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്, ജനാധിപത്യ കേരളം. വി ഡി സതീശന്റെ അതിശക്തമായ വിമർശനമാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഉണ്ടാകുന്നത്. CPM-ഉം സംഘപരിവാറും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. വിമർശിക്കുന്നവരെ, അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നവരെ കായികമായി നേരിടും, കൈവെട്ടും എന്ന തരത്തിലുള്ള ഭീഷണിയിലൂടെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. നേരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും സമാനമായ പ്രതികരണമാണ് നടത്തിയിരുന്നത്. മുഹമ്മദ് ആഷിഖുണ്ട് വിശദാംശം നൽകാൻ. ആഷിഖ്, പത്തനംതിട്ടയിൽ വെച്ചാണ് വി ഡി സതീശന്റെ പ്രതികരണം. എന്താണ് സതീശന്റെ വാക്കുകൾ, എങ്ങനെ കാണാം? CPM നടത്തുന്ന ഇത്തരം കൈവിട്ട് പരാമർശവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയത് കൊച്ചിയിൽ വെച്ച് മത്സ്യത്തൊഴിലാളി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ CMRFIയിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ വെച്ചാണ്. പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയപ്പോഴാണ് മാധ്യമങ്ങളോട് പ്രതികരിക്കവേ വി ഡി സതീശൻ ഈ പരാമർശങ്ങൾ നടത്തിയത്. CPM വിമർശിക്കുന്നവരെ എല്ലാം ഭീഷണിപ്പെടുത്തുകയാണ്, അങ്ങനെ ഭീഷണിപ്പെടുത്തി കളയാം എന്ന് നിങ്ങൾ കരുതേണ്ട എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. ഏറ്റവും പ്രധാനമായി വി ഡി സതീശൻ ഓർമ്മിപ്പിച്ചത്, എടുത്തു പറയേണ്ടത്, ഇത് സ്റ്റാലിന്റെ റഷ്യയല്ല, കേരളമാണ്, ജനാധിപത്യ കേരളമാണ് എന്ന് CPM ഓർക്കണമെന്നും, കൂടാതെ ഇത്തരം മുദ്രാവാക്യങ്ങൾ, പ്രകോപനപരമായ ഭീഷണിപ്പെടുത്തുന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കിയവർക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിൽ അടയ്ക്കാനുള്ള ധൈര്യം കേരള പോലീസിനും മുഖ്യമന്ത്രിക്കും ഉണ്ടോ എന്ന ചോദ്യമാണ് വി ഡി സതീശൻ ഉയർത്തുന്നത്. ഈ വിമർശനം നടത്തുന്നവർക്ക് എതിരെ എല്ലാം CPM പ്രവർത്തകർ ഭീഷണി മുഴക്കുന്നു. അതിന് സർക്കാർ കുടപിടിച്ച് നൽകുകയാണ് ഈ സാഹചര്യം. സംഘപരിവാറും CPM-ഉം ഒരേ തോണിയിൽ സഞ്ചരിക്കുന്നു എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വി ഡി സതീശൻ. ഇത് ഡൽഹിയിലോ ഉത്തരേന്ത്യയിലോ മറ്റോ ആണ് നടത്തിയതെങ്കിൽ മാധ്യമപ്രവർത്തകർക്ക് നേരെ ഈ നിലയിൽ ഒരു ആക്രോശം ഉണ്ടാകുന്നത് മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ CPM അതിന് ഇവിടെ ജാഥയും വലിയ സമര പരിപാടികളും സംഘടിപ്പിക്കും. എന്നാൽ ഇത് കേരളത്തിലാക്കുമ്പോൾ മൗനം പാലിക്കുകയും അതിന് കുടപിടിച്ചു കൊടുക്കുന്ന ഒരു നിലപാടിലേക്ക് സർക്കാർ മാറുന്നു. CPM ഇത്തരം മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. സി ദാവൂദിനെ പോലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തനത്തിന് നേരെ ഈ നിലയിൽ ഒരു പരാമർശം നടത്തിയിട്ട് നടപടിയെടുക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് അല്പനേരം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പങ്കുവച്ചത്. സൈഫുദ്ദീൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും CPM-ന്റെ കൈവെട്ട് ഭീഷണിക്കെതിരെ നിശിതമായ വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് വിശദാംശം നൽകിയത് മുഹമ്മദ് ആഷിഖ്. സതീശന്റെ പ്രതികരണം ഒരിക്കൽ കൂടി കാണാം. മീഡിയ വണ്ണിന്റെ മാനേജിംഗ് എഡിറ്റർ സി ദാവൂദിന്റെ കൈവെട്ടിക്കളയും CPM-നോട് കളിച്ചാൽ എന്ന് പറഞ്ഞ് പ്രകടനം നടത്തിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിലെ പോലീസിനും ധൈര്യമുണ്ടോ അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ? ഇവിടെ സംഘപരിവാറിൻ്റെ അതേ തോണിയിലാണ് ഇവർ യാത്ര ചെയ്യുന്നത്. ഇവർക്ക് സമരം ചെയ്യുന്നത് ഇഷ്ടമല്ല, അവർക്കെതിരായി വാർത്തകൾ എഴുതുന്നത് ഇഷ്ടമല്ല. പക്ഷേ അവർക്കെതിരായി ഒരു വാർത്തയും പറയാൻ പാടില്ല. പറഞ്ഞാൽ കൈവെട്ടും, കാലുവെട്ടും, വീട്ടിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കും, വെള്ളം വിരിപ്പിച്ച് കിടത്തും, എന്തൊക്കെ പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക. പത്രപ്രവർത്തകരെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു, CPM-കാരെ, ഇത് സ്റ്റാലിൻ്റെ റഷ്യയല്ല, ഇത് കേരളമാണ്, ജനാധിപത്യ